നമ്മളൊരു കഥ ഓർന്നു പോകുന്നപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോവുക. ഒരു വീട്ടിലൊരു പൂജ നടക്കുക, ക്ഷേമമായിട്ടുള്ള പൂജയാണ്. വട്ടംകൂട്ടിൽ നടക്കുന്നുണ്ട്. അയൽപ്പക്കത്താരൊക്കെ വിളിച്ചിട്ടുണ്ട്, കുറേ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നേരം കുറേ പോയിട്ടും പൂജ അങ്ങോട്ട് ആരംഭിക്കണില്ല. ആ വീട്ടുകാരെന്തൊക്കെയോ പിറുപിറുത്തുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. അപ്പോൾ ഒരാൾ ചെന്ന് ചോദിച്ചു, എന്ത് പൂജ തുടങ്ങാത്തതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ തുടങ്ങും, കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ട്, ആൾക്കാർ പോയിട്ടുണ്ട്, വന്ന ഉടനെ തുടങ്ങും. അതിപ്പോൾ സംഭവം ഒന്നും പിടികിട്ടിയില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, ഇവിടെ എല്ലാ പൂജകൾക്കും കാര്യങ്ങൾക്കും എന്തായാലും ശരി, എന്ത് വിശേഷമായാലും ഇവിടെ ഒരു പൂച്ചയെ കൊണ്ടുവന്ന് ആ പൂച്ചയെ കൊട്ടയിട്ട് മൂടിയൊരു മൂലയ്ക്ക് വെക്കും, എന്നിട്ടേ ഇവിടെ പൂജ നടത്താറുള്ളൂ, അല്ലെങ്കിൽ വിശേഷങ്ങൾ നടത്താറുള്ളൂ. അയാൾക്ക് അനുഭവം തോന്നി, ഇങ്ങനൊരു ചടങ്ങോ ഒന്നും വേണ്ടിയില്ല. കുറച്ച് ഇപ്പോൾ എല്ലാവരും ചേർന്ന് ഒരു ചാവാലി പൂച്ചയെ പിടിച്ചുകൊണ്ട് വന്നു, അതിനെ കൊട്ടയിട്ട് മൂടി മാറ്റി വെച്ചു. പൂജ കേമായിട്ട് നടന്നു. പോകാൻ നേരത്തും ഈ ചെറുപ്പക്കാരനൊരു സംശയം ബാക്കി കിടന്നു, ഈ ചടങ്ങ് വേറെ എങ്ങും കാണാറില്ലല്ലോ. അപ്പോൾ കുറച്ച് മാറിയിട്ട് ചാരുകസേരയിൽ ഒരു കാർന്നര കിടപ്പുണ്ട്, വളരെ പ്രായമായി, പാതി മയക്കത്തിലാണ് കിടക്കണത്. ഞാൻ അങ്ങേരോട് ചോദിച്ചു, ഇതെന്താ ഈ സംഭവം, വേറെ എങ്ങും പതിവില്ലല്ലോ, ഈ പൂച്ചയെ മുട്ടിയിട്ട് തന്നെ പൂജ കഴിക്കണേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർക്ക് പ്രാന്ത. ഇത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിലൊരു പൂച്ചയെ വളർത്തിയിരുന്നു. ആ പൂച്ചയാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കില്ല, മഹാ അസത്ത. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി തലയിടും, അത് തട്ടിമറിച്ചിടും, ആകെ കുളമാക്കും. അതുകൊണ്ട് എന്തെങ്കിലും പൂജയൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പേ അതിന് കൊട്ടയിട്ട് മൂടി വയ്ക്കാറുണ്ട്. ആ പൂച്ച ചത്തു, അതുപോലെയെല്ലാം പോയി പൂച്ചകൾ ഈ പ്രദേശത്തൊന്നുമില്ല. ഇപ്പോൾ ഇവർ വിചാരിച്ചത് എന്തെങ്കിലും പൂജ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പൂച്ചയെ കൊട്ടയിട്ട് മൂടണമെന്നാണ്. അതിനുവേണ്ടി എങ്ങുമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് പൂച്ച കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഭ്രാന്തല്ലേ. ഈ കഥ പറയാൻ കാരണം, ഇതുപോലെ നമ്മൾ പലതും മറ്റൊരാൾ ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ടു എന്ന് പറഞ്ഞ് എല്ലാം ചെയ്യാറുണ്ട്. അത് എന്തിനെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അമ്പലത്തിൽ പോയാലും എവിടെ പോയാലും തന്നെയാണ് പല കാര്യങ്ങളും നമ്മൾ